ബൾട്ടി ഷൈൻ നിഗത്തിന്റെ 25ാമത്തെ സിനിമയാണിത്. അത് സിനിമയിൽ സ്റ്റാർട്ടിങ് എന്നത് കാണിക്കുന്നുണ്ട്. നമ്മൾ ഈ FDFS കയറുമ്പോഴുള്ള പ്രശ്നം എന്നിട്ടാന്ന് അറിയൂ, അതൊരു കിടിലം പടമാണെങ്കിൽ നമുക്കത് ആ ഓഡിയൻസിൻ്റെ ഒരു വൈബ് കിട്ടില്ല. കാരണം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് 20-30 പേരൊക്കെയാണ് പടം കാണാണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ വലിയ സിനിമ ആയിരിക്കണം, ഹൈപ്പുള്ള വലിയ പടങ്ങളൊക്കെ ആയിരിക്കണം, സൂപ്പർ സ്റ്റാർ പടങ്ങളോ ഹൈപ്പിഡ് പടങ്ങളൊക്കെ ആയിരിക്കണം. എന്നാൽ മാത്രമേ FDFS ഒക്കെ ഫുള്ളാവുള്ളൂ. അല്ലാണ്ട് ഈ ഇതുപോലെ പറഞ്ഞ നോർമൽ സിനിമകളൊക്കെ FDFS ഷോയ്ക്കുന്ന അധികം ആൾക്കാരുണ്ടാവില്ല. എല്ലാവരും റിവ്യൂ അറിഞ്ഞതിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ കയറുമ്പോൾ എനിക്ക് ഈ അനുഭവം ഒരുപാട് തവണ ഉണ്ടായിട്ടുള്ള കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് കയറും, പക്ഷെ അത് നമ്മൾ പോലും പ്രതീക്ഷിക്കാണ്ട് അതൊരു കിടിലം പടമായിരിക്കും. അപ്പം നമ്മൾ ഓഡിയൻസിനായിരിക്കും നമ്മൾ മിസ് ചെയ്യുക. അയ്യോ ഒരു വൈബ് ഓഡിയൻസിൻ്റെ കൂടെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. ആ ഒരു ഫീലായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ, ബൾട്ടി ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി ഈ പടം വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കയറി. പക്ഷെ കിടു പടം സ്റ്റാർട്ട് ടു എൻഡ് വരെ ആക്ഷൻ മാസ് എന്താ പറയുക, ആ പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത്. ഇമോഷണലി കണക്ട് ആവുന്ന സിനിമ, ഇമോഷണലി കണക്ട് ആവുന്ന കുറച്ച് സീനുകളുണ്ട്. നമ്മൾ മുൻപും കണ്ടിട്ടുള്ള കുറേ ഈ ടിപ്പിക്കൽ സ്റ്റോറി തന്നെ. അതായത് ഒരു നാട്, ആ നാട്ടിൽ ഒരു 3-4 പേരടങ്ങുന്ന ഒരു ചെറിയൊരു ഗ്യാങ്, അത്യാവശ്യം അലമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പിള്ളേർ. അപ്പോൾ അവർ ആ നാട്ടിലെ ഒരു മെയിൻ പണക്കാരൻ, അതായിരിക്കും സിനിമയിൽ വില്ലനായിട്ട് വരിക. അദ്ദേഹമായിട്ട് കോർക്കാൻ സാഹചര്യം ഉണ്ടാവുന്നു. പിന്നെ പ്രതീക്ഷിക്കാണ്ട് ഇവർ അദ്ദേഹത്തിൻ്റെ ആൾക്കാരായി മാറുന്നു, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായി മാറുന്നു. അവിടുന്ന് പിന്നെ അയാളായിട്ട് തെറ്റുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ മുൻപും കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് പാറ്റേൺ തന്നെയാണ് സ്റ്റോറിയിൽ. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ ഇവിടെ അത് തന്നെയാണ് പരിപാടിയെങ്കിലും അത് മേക്കിങ്, ആക്ഷൻ സീൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി, ചില സീനുകളൊക്കെ, അതായത് ആക്ഷൻ സീൻസ് ഭയങ്കര ലെങ്ത്തുള്ള ആക്ഷൻ സീൻസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സിനിമയുടെ ക്ലൈമാക്സ് ആട്ടോ. ക്ലൈമാക്സ് വൻ പൊളി ക്ലൈമാക്സ്. അതിനും പൊളി എൻഡിങ് ആയിരുന്നു. ഈ സിനിമയുടെ എൻഡിങ് ഉണ്ട്, അത് 2ാം ഭാഗത്തിന്, ഈ സിനിമയ്ക്ക് ഇതിൻ്റെ 2ാം ഭാഗം നല്ല സ്കോപ്പ് ഉണ്ട്. ബൾട്ടിക്ക് ഒരു 2ാം ഭാഗം നല്ല സ്കോപ്പ് ഉണ്ട്. അതിനുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു എൻഡിങ്ങിൽ കാണിക്കുന്നത്. പക്ഷെ 2ാം ഭാഗം വരുന്നു എന്ന രീതി കാണിച്ചിട്ടില്ല. ബൾട്ടി 2 എന്നോ അല്ലെങ്കിൽ വീണ്ടും വരും, അങ്ങനെ ഈ സിനിമയുടെ 2ാം ഭാഗം വരുന്ന രീതി കാണിച്ചിട്ടില്ല. പക്ഷെ ഈ സിനിമയുടെ ആ ഒരു ക്ലൈമാക്സിന് ശേഷമുള്ള സീൻ, അത് ശരിക്കും ഈ പടം, ഈ കഥ കൂടെ അവസാനിക്കുന്നില്ല, ഇനിയും ഇത് തുടരുമെന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു സീനായിരുന്നു. അത് കിടിലൻ സീനായിരുന്നു. ഞാൻ 2ാം ഭാഗം കാണിക്കുന്നത് വിചാരിച്ചു, പക്ഷെ അങ്ങനെ അവർ കാണിച്ചിട്ടില്ല. പക്ഷേ ഈ സിനിമയ്ക്ക് 2ാം ഭാഗം വേണം. തിയേറ്ററിൽ വിജയമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സിനിമയ്ക്ക് ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ളൊരു സ്റ്റോറി ഇവർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് എല്ലാം കൊണ്ടും സിനിമ ഇഷ്ടമായി. മാസ്, ആക്ഷൻ, ഇമോഷണൽ എല്ലാ പരിപാടിയോടും എനിക്ക് കണക്റ്റ് ആയൊരു സിനിമ. നല്ല ഹൗസ് ഹോൾഡ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ട, അത്യാവശ്യം കൈയടിക്കാനും വിസിലടിക്കാനും പറ്റിയ സീനുകളൊക്കെ ഈ പടത്തിനകത്ത് ഉണ്ട്. അപ്പോൾ പറ്റുന്നവരെന്തായാലും മാസ് ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടുപോകും.